നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 184 കടന്നു. ചാലിയാർപ്പുഴയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 225ഓളം പേരെ കാണാനില്ലെന്ന് റവന്യൂ വകുപ്പ്. മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് 30 വീടുകൾ മാത്രമെന്ന് പഞ്ചായത്ത്. 3069 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. മുണ്ടക്കൈയിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം. കനത്ത ചെളിയും ഇടവിട്ടുള്ള മഴയും വെല്ലുവിളി. 4 സംഘങ്ങളായി 150 സൈനികർ ചൂരൽമലയിൽ. സൈന്യത്തിന് പിന്തുണയായി സന്നദ്ധ പ്രവർത്തകരും. ബെയിലി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി സൈന്യം. ആശുപത്രികളിൽ ഉറ്റവരെ തിരഞ്ഞ ബന്ധുക്കൾ. നിലമ്പൂരിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിക്കും. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നു. സംസ്കാര ചടങ്ങുകൾ തുടരുന്നു. വയനാട്ടിൽ നാളെ സർവകക്ഷി യോഗം. മുഖ്യമന്ത്രി പങ്കെടുക്കും. എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരും. വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് നാട്ടുകാർ പ്രതിഷേധത്തിൽ. 2 ദിവസമായി 40-ലേറെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിൽ. രക്ഷാപ്രവർത്തനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളവും ഭക്ഷണവും ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ.